നമസ്കാരം, എല്ലാവർക്കും ഡൊമിസൈൽ ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1 മൊഡ്യൂൾ 4ൻ്റെ പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 2ൻ്റെ കണ്ടിന്യൂഷനായിട്ട് ടൈപ്സ് ഓഫ് ഫെയിലിയേഴ്സ് ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്. അതിൽ സ്ട്രക്ചറൽ ഡിസ്ട്രസ് എന്തൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ എൻവയോൺമെൻറ്റൽ ഡിസ്ട്രസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ടൈപ്സ് ഓഫ് ഫെയിലിയേഴ്സ് ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് ഡ്യൂ ടു എൻവയോൺമെൻറ്റൽ ഡിസ്ട്രസ്. മെയിനായിട്ട് 6 ഡിസ്ട്രസ് ആണുള്ളത്. ബ്ലീഡിങ് ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്, ബ്ലോക്ക് ക്രാക്കിംഗ് ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്, എഡ്ജ് ക്രാക്കിംഗ് ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്, ജോയിൻറ്റ് റിഫ്ലക്ഷൻ ക്രാക്കിംഗ്, റേവലിംഗ്, കോൾഡ് ജോയിൻറ്റ്സ് ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്. ഫസ്റ്റ് വൺ ഈസ് ബ്ലീഡിങ് ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്. The phenomenon of formation of a film of asphalt binder over the surface of the pavement surface is called as bleeding. The occurrence of bleeding will give a shiny glass-like reflecting surface, and the layer will have bubbles which are seen as blisters, and the asphalt binder formed will be sticky in nature. The filling of asphalt binder into aggregate voids during hot weather condition and their expansion in later situation will result in bleeding. ഹോട്ട് വെതർ കണ്ടീഷനിൽ അസ്ഫാൾട്ട് ബൈൻഡർ നമ്മൾ അഗ്രിഗേറ്റിൻ്റെ ടോപ്പ് സർഫസിലേക്ക് അല്ലെങ്കിൽ വോയിഡിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് അത് എക്സ്പാൻഡ് ചെയ്യുകയും പിന്നീട് ബ്ലീഡിംഗ് ആയി മാറുകയും ചെയ്യും. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇസ് ദ ഫിനോമിനൻ ഓഫ് ഫോർമേഷൻ ഓഫ് എ ഫിലിം ഓഫ് അസ്ഫാൾട്ട് ബൈൻഡർ ഓവർ ദ സർഫസ് ഓഫ് ദ പേയ്മെൻറ്റ് സർഫസ്. പേയ്മെൻറ്റ് സർഫസിൽ ഒരു അസ്ഫാൾട്ട് ബൈൻഡറിൻ്റെ തിൻ ഫിലിം വീണ്ടും ഫോം ചെയ്യുന്നതാണ് ഈ ഒരു ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അത് ഇങ്ങനെ റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിട്ട് ഷൈനിങ് ഗ്ലാസ് ലൈക്ക് സ്ട്രക്ചറായിട്ടത് അതുപോലത്തെ ഒരു തിൻ ഫിലിമായിട്ടാണ് നമുക്കത് കാണാൻ പറ്റും. ക്യാൻ ബി കോസ്ഡ് ഡ്യൂ ടു ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് എക്സസീവ് അസ്ഫാൾട്ട് ബൈൻഡർ ഇൻ ദ മിക്സ്, എക്സസീവ് ആപ്ലിക്കേഷൻ ഓഫ് ബൈൻഡർ ഡ്യൂറിങ് സർഫസ് ട്രീറ്റ്മെൻറ്റ്, ലോവർ എയർ വോയിഡ് കണ്ടൻറ്റ്, no adequate voids for the bitumen to penetrate. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അസ്ഫാൾട്ട് ബൈൻഡർ മിക്സിൽ നമ്മൾ അസ്ഫാൾട്ട് ബൈൻഡർ ഒരുപാട് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ വരാറുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ്റെ ടൈമിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അസ്ഫാൾട്ടിൻ്റെ കണ്ടൻറ്റ് കൂടിയാലും ഇനി കണ്ടൻറ്റ് കൂടാതെ കറക്റ്റായിരുന്നു, പക്ഷേ അപ്ലൈ ചെയ്തത് കൂടിപ്പോയി, ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ഇങ്ങനെ വരാറുണ്ട്. പിന്നീട് എല്ലാം കറക്റ്റാണ്, മിക്സിൻ്റെയും അതുപോലെ അഗ്രിഗേറ്റിൻ്റെ എല്ലാം പ്രൊപ്പോർഷൻ കറക്റ്റാണ്, പക്ഷേ കോമ്പാഷൻ കൂടി വോയിഡ്സിലേക്ക് ബൈൻഡർ ഇറങ്ങി പോകാൻ പറ്റാത്ത രീതിക്ക് അല്ലെങ്കിൽ ലെയർ വോയിഡ് കണ്ടൻറ്റ് കുറയുന്ന സമയത്ത് അത്ര കൂടി അസ്ഫാൾട്ട് ടോപ്പ് സർഫസിൽ തന്നെ നിൽക്കും. അങ്ങനെയാണെങ്കിലും ഈ ഒരു ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ബ്ലീഡിങ്. ഷൈൻ ചെയ്ത് നിൽക്കുന്ന പോർഷൻ, അതാണ് ഈ അസ്ഫാൾട്ട് ബൈൻഡർ ഒരു തിൻ ഗ്ലാസ് സ്ട്രക്ചർ പോലെ ഷൈൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബ്ലീഡിങ്ങിന് എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ, ബ്ലോക്ക് ക്രാക്കിംഗ് ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്. ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ് തെർമൽ ക്രാക്കിംഗ്. ദ ക്രാക്കിംഗ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഫോം ഓഫ് ബ്ലോക്സ്. ദീസ് ക്രാക്സ് ആർ ഇന്റർകണക്റ്റഡ്, മേക്കിംഗ് ദ പേയ്മെൻറ്റ് ടു ഡിവൈഡ് ഇൻ ടു റെക്ടാങ്കുലർ പീസസ്, ഓൾമോസ്റ്റ് റെക്ടാങ്കുലർ. ഇത് തെർമൽ ക്രാക്കിംഗ് ആണ്. ബ്ലോക്കിൻ്റെ ഒരു സ്ട്രക്ചറായിട്ടാണ്, അതായത് റെക്ടാങ്കുലർ ഷേപ്പിലാണ് ഇത് ഓൾമോസ്റ്റ് ക്രാക്ക് ഫോം ചെയ്യുന്നത്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് തെർമൽ ക്രാക്കിംഗ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് എഡ്ജ് ക്രാക്കിംഗ് ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്. ഇൻ അൺകൺഫൈൻഡ് അസ്ഫാൾട്ട് പേയ്മെൻറ്റ്, എഡ്ജ് ക്രാക്കിംഗ് ഈസ് ഫൗണ്ട് ടു occur. During the compaction process of the pavement, the edges will start to yield, especially when there is no sort of confinement like curbs or edge barriers. എഡ്ജ് ബാരിയേഴ്സും കേർബ്സും ഒന്നും ഇല്ലാത്ത കേസിൽ കോമ്പാഷൻ്റെ ടൈമിൽ പേയ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ കോമ്പാഷൻ്റെ ടൈമിൽ എഡ്ജസ് വിൽ സ്റ്റാർട്ട് ടു yield. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് എഡ്ജിൻ്റെ ക്രാക്ക് അവിടെ ഫോം ചെയ്യുന്നത്. ഇൻ അൺകൺഫൈൻഡ് അസ്ഫാൾട്ട് പേയ്മെൻറ്റ്, എഡ്ജ് ക്രാക്കിംഗ് ഈസ് ഫൗണ്ട് ടു occur. Next, the edge will yield with age, undergo oxidation and becomes brittle. Edge cracking is observed in shape of C, formed along the edges of the street, parking lot or roads. മെയിനായിട്ടൊരു സി ഷേപ്പിലാണ് ഈ ഒരു എഡ്ജ് ക്രാക്ക് ഫോം ചെയ്യുക.
എഡ്ജ് ഈൽഡ് ചെയ്യാൻ ഏജിനനുസരിച്ച് ഈൽഡ് ചെയ്യാൻ തുടങ്ങുമ്പം അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുകയും അത് ബ്രിട്ടിലാവുകയും ചെയ്യും. അങ്ങനെയാണ് അവിടെ ക്രാക്ക് ഫോം ചെയ്യുന്നത്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് എഡ്ജ് ക്രാക്കിംഗ്. ഈ അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ സെൻറ്റർ പോർഷനിലേക്കൊന്നും ക്രാക്സ് ഇല്ല, എഡ്ജിൽ മാത്രമാണ് ഇവിടെ ക്രാക്ക് ഉള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ജോയിൻറ്റ് റിഫ്ലക്ഷൻ ക്രാക്കിംഗ്. ദീസ് ക്രാക്സ് ആർ that are observed in flexible overlay over the rigid pavement. The rigid pavement joints that are underlying experience these cracks. Next one is raveling. The dislodgement of aggregate particles will result in disintegration of hot mixed asphalt progressively from the surface to downward direction. This failure is called raveling. This dislodgement is the loss of bonding between the aggregate particles and the asphalt binder. ഹോട്ട് അസ്ഫാൾട്ട് നമ്മൾ പേയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ ഈ അഗ്രിഗേറ്റ് പാർട്ടിക്കിൾ അതുപോലെ അസ്ഫാൾട്ടും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് ദ ഡിസ്ലോഡ്ജ്മെൻറ്റ് ഓഫ് അഗ്രിഗേറ്റ് പാർട്ടിക്കിൾസ് വിൽ റിസൾട്ട് ഇൻ ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ഹോട്ട് മിക്സ്ഡ് അസ്ഫാൾട്ട് പ്രോഗ്രസീവ്ലി ഫ്രം ദ സർഫസ് ടു ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ അവിടെ ഒരു അഗ്രിഗേറ്റും ഈ അസ്ഫാൾട്ടും തമ്മിലൊരു പ്രോപ്പർ ബൈൻഡിങ് ഇല്ലാതെ അഗ്രിഗേറ്റ് അവിടെ നിന്ന് ഡിസ്ലോഡ്ജ് ചെയ്ത് പോകുന്ന ടൈമിൽ ആ ഒരു അസ്ഫാൾട്ട് താഴേക്ക് പെർക്കുലേറ്റ് ചെയ്ത് പോവുകയും അത് പിന്നീട് ഫെയിലിയർ ഉണ്ടാക്കുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ റേവലിംഗ് എന്ന് പറയുന്നത്. ദിസ് ഡിസ്ലോഡ്ജ്മെൻറ്റ് ഈസ് ദ ലോസ് ഓഫ് ബോണ്ടിങ് ബിറ്റ്വീൻ ദ അഗ്രിഗേറ്റ് പാർട്ടിക്കിൾസ് ആൻഡ് അസ്ഫാൾട്ട് ബൈൻഡർ. അഗ്രിഗേറ്റ് പാർട്ടിക്കിളും അസ്ഫാൾട്ട് ബൈൻഡറും തമ്മിലുള്ള ബോണ്ടിങ് അവിടെ ഉണ്ടായിരിക്കില്ല. ഫിഗറിൽ കൊടുത്തിരിക്കുന്നതാണ് റേവലിംഗ്. കോൾഡ് ജോയിൻസ് ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്. These are longitudinal joints which are formed in the asphalt pavement. This failure occurs when the hot mix asphalt is poured adjacent to an existing pavement, and the difference in temperature and the plasticity variation will bring a difference between two layers. This will cause a longitudinal joint to occur between the asphalt mat that are laid. Already construct ചെയ്തിട്ടുള്ള ഒരു പേയ്മെൻ്റ് ഉള്ള അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ വീണ്ടും ഒരു പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് ഈ ടൈപ്പ് ജോയിൻസ് വരുന്നത്. ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻസ് ആണ്. അവിടെ ഈ ഒരു ഫെയിലിയർ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ദ പ്ലാസ്റ്റിസിറ്റി വേരിയേഷനാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് ക്രാക്കിംഗ് ഡിസ്ട്രസ്. This distress can be considered as either a structural or environmental distress, and the longitudinal cracks are formed parallel to the pavement alignment or the center line of the pavement, and the transverse cracking is formed perpendicular to the pavement center line, and this is caused as thermal cracking. ലോഞ്ചിറ്റ്യൂഡിനൽ ക്രാക്ക് എന്ന് പറയുന്നത് പാരലൽ ടു ദ പേയ്മെൻറ്റ് അലൈൻമെൻറ്റും അതുപോലെ ട്രാൻസ്വേഴ്സ് ക്രാക്കിംഗ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ പേയ്മെൻറ്റ് അലൈൻമെൻറ്റുമാണ്. ഇത് നമുക്ക് ഒന്നുകിൽ സ്ട്രക്ചറൽ ഡിസ്ട്രസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഡിസ്ട്രസ് എന്ന് പറയാം. രണ്ടും ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നതിൽ ഫസ്റ്റ് വൺ ഈസ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ക്രാക്സ് ആണ്. അത് എലോങ് ദ പേയ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ. നെക്സ്റ്റ് വൺ ഈസ് ദ ട്രാൻസ്വേഴ്സ് ക്രാക്കിംഗ്. അത് പെർപെൻഡിക്കുലർ ടു ദ പേയ്മെൻറ്റ് ഡയറക്ഷൻ. ഇത്രയാണ് നമ്മുടെ എൻവയോൺമെൻറ്റൽ ഡിസ്ട്രസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പറഞ്ഞ ലോഞ്ചിറ്റ്യൂഡിനൽ ക്രാക്കിങ്ങും ട്രാൻസ്വേഴ്സ് ക്രാക്കിങ്ങും നമുക്ക് ഒന്നുകിൽ എൻവയോൺമെൻറ്റൽ ഡിസ്ട്രസ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഡിസ്ട്രസ് എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. 2 ക്ലാസ്സുകളിലുമായിട്ട് പാർട്ട് 2ലും പാർട്ട് 3ലുമായിട്ട് നമ്മൾ ഫെയിലിയേഴ്സ് ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻ്റ് ആണ് പഠിച്ചത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, എന്നിട്ട് മനസ്സിലാക്കി പഠിക്കുക.